ഹായ് കൂട്ടുകാരെ, ദൈവനാമത്തിന് മഹത്വം. ഇന്ന് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. ഇന്നത്തെ വചനം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:25. ആകയാൽ ഫോഷ്ക്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിൻ. നാം തമ്മിൽ അവയവങ്ങളല്ലോ, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്, പിശാചിന് ഇടം കൊടുക്കരുത്. കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക വേണ്ടത്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാത്തത് ആകാത്തത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ഇത് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് എഴുതിയ ലേഖനം. നിങ്ങൾ ഓരോ ലേഖനങ്ങളിൽ പറയുന്നതാണ്. അപ്പം നമ്മൾ മനുഷ്യരാകുമ്പം കോപിക്കും, കൂട്ടുകാരോട് സത്യം സംസാരിക്കാതെ ഇരിക്കും, കള്ളം പറയും. അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ വചനത്തിൽ വിരുദ്ധമാണ്. അപ്പം ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഓരോ മനുഷ്യരും ഈ വചനമൊക്കെ അനുസരിച്ച് പോയായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു അല്ലേ. സ്വർഗരാജ്യം പോലൊരു രാജ്യം ഇവിടെ തീർത്തേനായിരുന്നു അല്ലേ. അപ്പോൾ അതൊന്നും മനുഷ്യൻ ചെയ്യത്തില്ല. മനുഷ്യർക്ക് ഇന്ന് ആരോടെങ്കിലും ഒരു പിണക്കോ പകയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വർഷങ്ങൾ വെച്ചിരിക്കും. എന്നിട്ട് പറയും ഞാൻ കാണിച്ചു തരാം. അവർക്ക് നമ്മൾ അതിന് പകരം ചെയ്യാനായിട്ടിരിക്കും. പിന്നെ അവരോട് മിണ്ടത്തില്ല. പ്രാർത്ഥിക്കാൻ വന്നിരുന്നാലും ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഇന്നവരോട് വഴക്കിട്ടിട്ട് വന്നിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനും പറ്റത്തില്ല. നമുക്ക് ദൈവത്തെ നല്ലോലൊന്ന് ദൈവമായിട്ട് നമ്മുടെ ആ ഒരു എൻകൗണ്ടർ നമുക്കായിട്ടൊന്ന് ഹൃദയത്തിലോട്ട് ആ ദൈവത്തെ നല്ല രീതിയിലൊന്ന് ആരാധിച്ച് പോകാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് ദൈവം പൗലോസിൻ്റെ ആ വചനത്തിൽ ദൈവം ഇങ്ങനെ സംസാരിച്ചേക്കുന്നത്. കോപം, ആ കോപം ആരോടെങ്കിലും എന്തെങ്കിലും വഴക്കോ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ആ കോപം വൈകുന്നേരം വരെയോ നാളെ വരെയോ ഒന്നും വെച്ചേക്കരുത്. വൈകുന്നേരം ആകുമ്പോഴത്തേന് സൂര്യൻ അസ്തമിക്കുമ്പോഴത്തേന് അത് ഏറ്റുപറയണം. ഭാര്യയാണെങ്കിൽ, ഭർത്താവാണെങ്കിൽ, മക്കളാണെങ്കിൽ, അല്ലെങ്കിൽ അയൽക്കാരാണെങ്കിൽ, കൂട്ടുകാരാണെങ്കിൽ അത് പോയി നമ്മൾ ഏറ്റുപറയണം. അപ്പോഴാണ് നമുക്ക് ശുഭം വരുന്നത്, രോഗസൗഖ്യം കിട്ടുന്നത്, നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്. നമ്മുടെ ഹൃദയം, സന്തുഷ്ട ഹൃദയം ദിവ്യ ഔഷധം. അപ്പോൾ ഇതൊക്കെ വലിയൊരു മെഡിറ്റേഷനാണ്. ഇത് വചനത്തിലൂടെ നമുക്ക് വലിയൊരു മെഡിറ്റേഷൻ. ഇത് മറ്റുള്ളവർക്കറിയത്തില്ല, ജാതികൾക്കറിയത്തില്ല, വഴക്കെടുക്കുന്നവർക്കറിയത്തില്ല, കള്ളു കുടിക്കുന്നവർക്കറിയത്തില്ല, കഞ്ചാവ് കുടിക്കുന്നവർക്കറിയത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ മദ്യപാനികൾക്കറിയത്തില്ല. എപ്പോഴും നമ്മൾ ഇറിറ്റേറ്റ് ചെയ്ത് വഴക്കിട്ടിരിക്കുന്നവർക്ക് അതറിയത്തില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ ഇത് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയാണ്. പ്രാർത്ഥിക്കുന്നവർക്കും പ്രാർത്ഥിക്കാത്തവരും. എൻ്റെ വീഡിയോ ആരൊക്കെ കാണുന്നു അവർക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അവരും ഇത് കാണേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കോപം നമ്മൾ ഒരിക്കലും മുന്നോട്ട് വെച്ചുകൊണ്ട് പോകരുത്. ഈ കോപം വെച്ചുകൊണ്ട് പോകുമ്പോഴും നമ്മൾ തന്നെ നമ്മളുടെ രോഗികളായി നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ഹൃദയത്തിൽ വേദനകളും പ്രയാസങ്ങളും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് നാം ഓരോരുത്തരും ആരോട് എന്തെങ്കിലും ഒരു കോപമോ ഒരു ഈർഷ്യയോ പക പിണക്കം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിരപ്പ് പ്രാപിച്ച്. അപ്പോൾ ഏറ്റവും വലിയൊരു ശുശ്രൂഷയാണ് നിരപ്പ് ശുശ്രൂഷ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിടുതൽ നമ്മുടെ ജീവിതത്തിൽ കിട്ടാതെ കിടക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ അത് നിരപ്പോ ഇല്ലെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വിടുതൽ നടക്കത്തില്ല. മക്കളിൽ അവരോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ മക്കൾ നമ്മളോട് ക്ഷമിക്കാൻ പറ്റിയില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ആ നിരപ്പ് ശുശ്രൂഷ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നമ്മുടെ ജീവിതത്തിൽ വിടുതൽ നടത്താൻ പറ്റത്തില്ല. ഇത് നമുക്കേ അറിയൂ, പ്രാർത്ഥിക്കുന്ന നമുക്കേ അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. അപ്പം നമ്മുടെ മനസ്സിനകത്ത് അല്ലെങ്കിൽ മറ്റുള്ളവരോട് പക, വെറുപ്പ്, വിദ്വേഷം ഇവയൊക്കെ നമ്മുടെ ഹൃദയത്തിൽ വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഒന്നും നടക്കത്തില്ല. നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ. നമ്മുടെ ഭവനത്തിൽ എന്തെങ്കിലുമൊക്കെ വിടുതൽ, ചിലർ പറയും ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ടില്ല, എനിക്ക് ആ വിടുതൽ കിട്ടിയിട്ടില്ല. അപ്പം നമ്മുടെ ഭാഗത്തെ കുറവാണ്. നമ്മുടെ ഭാഗത്തെ കുറവുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ആ വിടുതൽ നടക്കാത്ത. ഉറപ്പാണ്. എൻ്റെ ജീവിതത്തിലായാലും നിങ്ങളുടെ ജീവിതത്തിലായാലും ഞാൻ ഈ പറയുന്ന ഞാൻ പെർഫെക്റ്റ് ആവണമെന്നില്ല. എൻ്റെ ജീവിതത്തിലും കുറവുകളും കുറ്റങ്ങളുമേ കാണത്തുള്ളൂ. മനുഷ്യനാകുമ്പോൾ കുറവുകളും കുറ്റങ്ങളുമാണ്. പക്ഷേ അബ്രഹാം ദൈവത്തോട് എത്ര ഇതൊക്കെ കാണിച്ചിട്ടും, ദാവീദ് എത്ര പാപം ചെയ്തിട്ടും നെടുമ്പാടടിച്ച് ദൈവസന്നിധിയിൽ കരഞ്ഞ് നിലവിളിച്ച് എഴുന്നേറ്റപ്പോൾ അവൻ്റെ പാപം ക്ഷമിച്ചു കൊടുത്ത് അപ്പോഴവൻ്റെ ജീവിതത്തിൽ വിടുതൽ വരുന്നത്. ഒരു കുഞ്ഞ് മരിക്കത്തക്കവണ്ണം ദാവീദിൻ്റെ പാപം നാഥാൻ ചെന്ന് വെളിപ്പെടുത്തി.
ഓരോ പാപങ്ങൾ ചെയ്തതിനെക്കുറിച്ച് ഇന്നത്തെ പ്രവാചനം പോലെ, ഇന്നത്തെ പ്രവാചകന്മാർ പറയുന്ന പോലെ അന്ന് നാഥാൻ ചെന്ന് ദാവീദിന് അത് വെളിപ്പെടുത്തി കൊടുത്തു. അപ്പോൾ ദാവീദ് ആ തെറ്റുകളെല്ലാം മനസ്സിലാക്കിയ ശേഷം ദാവീദ് ഉപവസിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നെടുമ്പാടടിച്ച് കരഞ്ഞ ശേഷം ദൈവത്തിന് ആ കുഞ്ഞ് മരിച്ചും പോയി. ആ കുഞ്ഞ് മരിക്കാൻ കാരണം അവൻ്റെ പാപമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നടക്കാതിരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒരു മരണം നടക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നം നടക്കുന്നത്, ആ പാപം കിടക്കുന്നത് കൊണ്ട് അത് നമുക്ക് വിടുതലെടുക്കാൻ പറ്റത്തില്ല. അപ്പം വൃത്തിയുള്ള പാത്രത്തിലെ ഈശ്വരൻ ഭിക്ഷ കൊടുക്കുകയുള്ളൂ എന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. പഴഞ്ചൊല്ലല്ല, അതൊരു ഗ്രന്ഥത്തിലുള്ളതാണ്. അത് ഹിന്ദുക്കളുടെ ഏതോ ഒരു ഗ്രന്ഥത്തിൽ ഞാൻ വായിച്ചതാണ്. വൃത്തിയുള്ള പാത്രത്തിൽ ഈശ്വരൻ ഭിക്ഷ കൊടുക്കുകയുള്ളൂ. അപ്പോൾ വൃത്തിയില്ലാതെ, നമ്മൾ ഹൃദയശുദ്ധി ഇല്ലാതെ ദൈവത്തോട് എത്ര കിടന്ന് പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ വിഷയം നടക്കത്തില്ല, ഉറപ്പാണ് നടക്കത്തില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞിട്ട് ദാവീദിനെ പോലെ നമ്മൾ ദൈവസന്നിധിയിൽ ഒരു മടങ്ങി വരവ് വന്നിട്ട് പിന്നെ പോയി പാപം ചെയ്യരുത്. അപ്പോഴാണ് ദാവീദിൻ്റെ കുഞ്ഞ് മരിച്ചപ്പോഴാണ് അവന് ബോധ്യം വന്നത് അവൻ ചെയ്ത പാപത്തെക്കുറിച്ച്. ഇത്രയും കഠിന പാപമാണ്. അപ്പോൾ അവൻ്റെ കണ്ണിലൂടെ പാപം പോയി. പെൺപിള്ളേരെ കുളിച്ചുകൊണ്ട് നിന്ന സ്ത്രീയെ നോക്കി അവൻ പാപമാണ് ചെയ്തത്, ദാവീദ് പാപമാണ് ചെയ്തത്. അപ്പോൾ ദാവീദിന് അത് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോഴാണ് അവൻ്റെ പാപത്തെക്കുറിച്ച് അവന് ബോധം വന്നിട്ട് ദൈവത്തോട് നെടുമ്പാടടിച്ചു. ഇന്ന് നാമും അങ്ങനെ തന്നെ വേണം. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ, നമ്മുടെ കുറവുകൾ ഞാൻ ഉറപ്പിച്ച് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിടുതൽ നടക്കാത്ത, നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മ ഉണ്ടാവാത്തത്, നമുക്ക് വേണ്ടത് കിട്ടാത്തത് നമ്മുടെ കയ്യിൽ കുഴപ്പം തന്നെ. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മളായിരിക്കത്തില്ല, നമ്മുടെ വീട്ടിൽ മറ്റുള്ളവരുടെ കുറവ് കാണും, മക്കളുടെ, ഭർത്താവിൻ്റെ, എല്ലാവരും ഒരുമിച്ച് നമ്മളെല്ലാം ദൈവസന്നിധിയിൽ നിന്ന് എല്ലാം നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഒരു വിടുതലുണ്ടാകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറഞ്ഞത്, കോപിച്ചാൽ പാപം ചെയ്യരുത്. വൈകുന്നേരം സൂര്യ അസ്തമിക്കുന്നതിന് മുമ്പ് ആരോടായാലും, കൂട്ടുകാരോടായാലും ആരോടായാലും ആ കോപത്തെ ഏറ്റുപറഞ്ഞ്, പാപം ചെയ്താൽ അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പിന്നെ പാപം ചെയ്യാൻ പോകരുത്. ദൈവത്തോട് ഏറ്റുപറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിടുതലുണ്ട്. നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും വിടുതലില്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ കുഴപ്പമല്ല, മനുഷ്യൻ്റെ കുഴപ്പം തന്നെ. അത് ദൈവത്തിൻ്റെ കാര്യമല്ല, അത് നിൻ്റെ കുഴപ്പം തന്നെ. നിൻ്റെ ജീവിതത്തിൽ വിടുതൽ നടക്കാത്തത് നിരപ്പ് ശുശ്രൂഷ ഇല്ലാത്തത് കൊണ്ടാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ നിരപ്പ് ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ വിടുതൽ നടക്കാത്തത്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം.